എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ വാഗാ വാഗ എന്ന പ്രദേശത്തിലൂടെയാണ്. വാഗാ വാഗ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാക്ക കാക്ക എന്നാണ് അർത്ഥം. പണ്ട് കാക്കകളുടെ ഒരു വലിയ കൂട്ടം വസിച്ചിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ആ പേര് അങ്ങനെ വന്നത്. നമുക്കറിയുന്നത് പോലെ 1800 തുടക്കത്തിലാണ് യൂറോപ്പിൽ നിന്നും UK നിന്നൊക്കെ ഒരുപാട് പേര് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അതുവരെ ഇവിടുത്തെ സാധാ ഗോത്രവർഗത്തിലെ ആൾക്കാർ മാത്രമാണ് ഈ ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്നത്. ഇന്നും ഇൻഡിജിനസ് പീപ്പിൾ ഓസ്ട്രേലിയയുടെ ഭാഗമായി ഇവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെറിയ സമൂഹമാണെന്ന് മാത്രം. ദുബായിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിൻസൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജിൻസൺ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നതും. ജിൻസൻ്റെ വീട് ബർക്ക്ലൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് വാഗാ വാഗ. 3 ദിവസം മുമ്പ് ഞങ്ങൾ വാഗാ വാഗയെ വന്ന് കുറച്ച് കാഴ്ചകളിലേക്കൊക്കെ പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ മെൽബണിലേക്ക് പോയി. അവിടെ 3-4 ദിവസം നിന്ന് ഇപ്പോൾ തിരിച്ച് ട്രെയിൻ കയറി വാഗാ വാഗയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ വാഗാ വാഗ സ്റ്റേഷനിൽ വന്ന് ജിൻസ് ഞങ്ങളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നതാണ് ഈ യാത്ര. വാഗാ വാഗ സ്റ്റേഷനും ഒരു ഹെറിറ്റേജ് സ്റ്റേഷനാണ്. വളരെ പഴമ നിറഞ്ഞ ഒരു സ്റ്റേഷനാണ് വാഗാ വാഗ. വാഗാ വാഗയെ പറ്റിയുള്ള അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. ഓസ്ട്രേലിയ മുൻ ക്യാപ്റ്റനായിരുന്ന മാർക്ക് ടെയ്ലർ വാഗാ വാഗ സ്വദേശിയായിരുന്നു. ഞാനൊക്കെ ക്രിക്കറ്റ് കളി കാണുന്ന 1995 ആ കാലഘട്ടത്തിലെ ഓസ്ട്രേലിയയിലെ ക്യാപ്റ്റൻ അന്ന് മാർക്ക് ടെയ്ലർ ആയിരുന്നു. എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ഓർമ്മയുണ്ട്. സ്റ്റീവോ ക്യാപ്റ്റൻ ആവുന്നതിന് തൊട്ട് മുമ്പ്, സ്റ്റീവോ മാർക്കോ ഒക്കെ കളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ കൂട്ടത്തിൽ തന്നെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നതാണ് മാർക്ക് ടെയ്ലറും. അദ്ദേഹത്തിൻ്റെ സ്വദേശമാണ് വാഗാ വാഗ. ഇന്ന് ഏകദേശം 60,000 പേരാണ് ഈ വാഗാ വാഗ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. എന്ത് മനോഹരമായ ഒരു ഗ്രാമമാണ് നോക്കൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മരങ്ങളെല്ലാം പൂത്ത് ആകെ പൂവായിരിക്കും ഇവിടെ എന്നാണ് ജിൻസൺ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൂടെ ആയിരിക്കും പിന്നെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരിക. ഇപ്പം തന്നെ വളരെ മനോഹരമാണ് വാഗാ വാഗ. അവിടുത്തെ വീടുകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് എല്ലാം ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ പണിത പോലെയാണ്. ഇനിയുള്ള കാഴ്ചകളിൽ നമ്മളത് കാണാം. 3 വർഷം മുമ്പാണ് ജിൻസൺ വാഗാ വാഗയിലേക്ക് മാറിയത്. ട്രെസയ്ക്ക് ഇവിടെ ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ജിൻസൺ ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോൾ ജിൻസനും ട്രെസയ്ക്കും 3 മക്കളുണ്ട്. അമ്മച്ചി അവരുടെ കൂടെയുണ്ട്. അങ്ങനെ അവർ 5 പേരും കൂടി അവരൊരു വീടൊക്കെ വാങ്ങി ഇപ്പോൾ വാഗാ വാഗയിൽ സ്ഥിരതാമസമായിരിക്കുകയാണ്. ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കേണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളുടെയൊക്കെ സ്ഥിരം പരിഭവമാണ്, കാഴ്ചകൾ കാണിക്കുന്നില്ല, നീ ഇങ്ങനെ ഇരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കാഴ്ചകൾ കാണുന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വരാം. അപ്പോൾ നമുക്കിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്താൽ ആളുകൾക്ക് സ്ഥലവും കാണാം, എൻ്റെ ഈ കത്തി കുറച്ച് കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനെ ചെയ്തത്. ആലോചിച്ചപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം ഞാൻ അവിടെ ഇരുന്ന് കത്തിയടിച്ച് ഓരോന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഈ വർഷം ഞാൻ പോകുന്ന 3ാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ആദ്യം നമ്മൾ അൽമാട്ടിക്കായിരുന്നു പോയത്, പിന്നെ ചൈനയ്ക്ക് പോകാൻ സാധിച്ചു, ഇപ്പോൾ ഓസ്ട്രേലിയ. എന്തായാലും 2025 ഒരു അടിപൊളി വർഷമായി മാറി. ആ കഥകളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ കാറിൽ ജിൻസനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാവിയിൽ ഓസ്ട്രേലിയക്ക് PR കിട്ടി വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും PR കിട്ടുന്നതിൻ്റെ കാര്യങ്ങളും ഇവിടെ വന്നാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ യാത്രയിൽ ചർച്ചാ വിഷയമായി. പിന്നെ ജിൻസൻ്റെയും ട്രെസയുടെയും ജോലി, കുട്ടികളുടെ പഠിപ്പ്, അമ്മച്ചി നാട്ടിലേക്ക് വരവും പോക്കും, ട്രെസയുടെ അമ്മയും അപ്പനും വരുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. ഈ പൂക്കളാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ കണ്ടില്ലേ ബർക്ക്ലൻഡ്സ് വില്ലയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇനിയാണ് നമ്മൾ വില്ലയുടെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ പോകുന്നത്. എന്ത് രസമാണെന്ന് നോക്കൂ ഈ സ്ഥലം. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെ ഒരു കവാടമാണ് ഈ കാണുന്ന വഴിയെന്ന് പറയാം. ഇവിടെ ആദ്യം തന്നെ ഒരു പള്ളി തന്നെ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് പല കളറിലുണ്ട് കേട്ടോ ഈ ചെടി. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന വെള്ള നിറത്തിലുള്ളതാണ്. ചിലതൊക്കെ പൂത്ത് തുടങ്ങി, ഇതൊക്കെ പൂക്കാൻ നിൽക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം പൂത്ത് ഈ റോഡിലൊക്കെ പൂക്കൾ വീണ് കിടക്കുന്നതാണ് ജിൻസൺ പറഞ്ഞത്. വാഗാ വാഗയിലെ ഈ സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജിൻസൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല എന്ന് പറയാം. പിള്ളേർക്കായാലും ഒക്കെ ഒരു പ്രത്യേക വേറൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ. ഒന്നിനു പുറകിൽ ഒന്നായി അടക്കി വെച്ചിരിക്കുന്ന വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുന്നിൻ ചെരുവിൽ കാണുന്ന വീടുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം വീടുകൾ ഇങ്ങനെ നിരത്തി മേലെ പണിത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഒരു മലയാളിച്ചാരൻ്റെ വീടാണെന്നാണ് ജിൻസൺ പറഞ്ഞത്. ഇവിടെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, പൊതുവെ ഓസ്ട്രേലിയയിൽ തോന്നിയൊരു കാര്യം തന്നെയാണത്.
ആകാശം നമ്മുടെ വളരെ അടുത്ത് പോലെ നമുക്ക് തോന്നും. നമ്മളിങ്ങനെ ഓരോ റോഡുകളൊക്കെ കയറുമ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം തോന്നുന്ന രീതിയാണ്. ഇത് നോക്കിയേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ശരിയായിട്ട് തോന്നുന്നില്ലേ? ആ വീടുകളുടെ ഒരു ഭംഗിയും ആ ഒരു സെറ്റപ്പ് ഒന്ന് നോക്കി നോക്കിയേ. ഈ കാണുന്ന ഒരു വീടും കോൺക്രീറ്റ് അല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മതിലുകളില്ലാത്ത വീടുകൾ. ഇവിടെ വീട് പണിയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിച്ച് അവർ നിർദ്ദേശിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പണിയാൻ സാധിക്കൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വളരെ വിചിത്രമായ രീതിയിലുള്ള വീടുകളൊന്നും അങ്ങനെ പണിയാൻ സാധിക്കില്ല. എല്ലാത്തിനും ഒരു സാമ്യം മിക്ക വീടുകൾക്കും ഉണ്ടാവും എന്ന് തന്നെ പറയാം. എല്ലാ വീട്ടുകാരും അവരുടെ തൊട്ട് മുമ്പിലുള്ള സ്ഥലം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിടെയും നല്ല വൃത്തിയായി ഭംഗിയായി കിടക്കുന്നുണ്ട്. എന്തായാലും ഓസ്ട്രേലിയയിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കണം എന്നാണ് പിള്ളേരും വിജിനിയൊക്കെ പറയുന്നത്. ശാന്തസുന്ദരമായ ഏരിയ. നമ്മൾ ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു ചെറിയൊരു വിഷമം തോന്നാം, കാരണം ഒരിട്ടും ബഹളമില്ലാതെ വളരെ പ്രശാന്തമായ ഒരു സ്ഥലം. എന്നാൽ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ, എനിക്ക് സ്വതവേ ഇങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം. വളരെ ബഹളവും അല്ലെങ്കിൽ ഇതിലൊന്നുള്ള സ്ഥലം എനിക്കത്ര ഇഷ്ടമല്ല. ഇവിടെ കുറേ കങ്കാരുക്കളെ കാണാമെന്ന് പറഞ്ഞാണ് ജിൻസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ നേരത്തെ അവിടെ കങ്കാരൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വരുന്ന ഒരു കാർണിവലാണ്, ജിൻസൻ്റെ വണ്ടിയും കാർണിവൽ. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു കിയ കാർണിവലാണ്. അവിടെ വളരെ അധികമുള്ള ഒരു കാറ് കിയ കാർണിവലായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ സൗകര്യപ്രദമായ ഒരു കാറ് കൂടിയാണ് കിയ കാർണിവൽ. വാഗാവാഗയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്നേഹാന്വേഷണം. എന്തായാലും ഇനിയും ഞാൻ വാഗാവാഗയിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ക്രിസ്മസിൻ്റെ സമയത്ത് ഭയങ്കര ഡെക്കറേഷനാണ് ഈ ഏരിയയിൽ നിന്നാണ് ജിൻസൺ പറഞ്ഞത്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇതൊരു ചെറിയ കുന്നിൻ ചെരിവായതുകൊണ്ട് നമുക്കൊരു സ്ഥലത്ത് നോക്കുമ്പോൾ മറ്റു വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ചില വീടുകളുടെ മുമ്പിൽ ക്യാമ്പർ വാനൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് വന്നപ്പോൾ ഞങ്ങൾ വാഗാവാഗ ചർച്ചിലേക്കൊക്കെ പോയിരുന്നു. മലയാളികൾ പോകുന്ന പള്ളിയിലേക്കും ജിൻസനും ഡ്രസ്സൊക്കെ പോകുന്ന പള്ളിയിലേക്ക് ഞങ്ങളവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ മലയാളി സമൂഹം അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്തായിരുന്നു അവരുടെ ഓണാഘോഷത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ബിസി ആയിരുന്നു ആ സമയത്ത്. നാട്ടിലുള്ളവരുടെ ഏറ്റവും വലിയ പരിഭവമാണ് പുറത്തുള്ളവരാണ് ഇപ്പോൾ ഏറ്റവും നന്നായി ഓണാഘോഷിക്കുന്നതെന്ന്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മൾ ഈ നാടൊക്കെ വിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുകൂടി ഓണാഘോഷിക്കും. ഓണം മാത്രമല്ല, എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹം, മലയാളി സമൂഹം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടേതായ സ്ഥലത്തുമാണ് ഇവരുടെ ആഘോഷം ഉണ്ടായിരുന്നത്. അല്ലാതെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആഘോഷം ആയിരുന്നില്ല ഇവരുടെ ഓണാഘോഷം. എന്ത് ആഘോഷം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടേതായ സ്ഥലത്ത്, നമ്മുടേതായ സ്പേസിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആഘോഷങ്ങൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വേറൊരു രാജ്യത്ത് വന്ന് നമ്മൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഇടയിലേക്ക് കയറി നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സംസാരിച്ച കൂട്ടത്തിൽ അതും കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇപ്പം നമ്മൾ ജിൻസൻ്റെ വീടിനോട് അടുത്ത് തുടങ്ങി. ജിൻസിൻ്റെ വീട് എത്താറായി. ഈ ഇടതേ വശത്ത് കാണുന്നതാണ് ജിൻസിൻ്റെ വീട്. 6-ാം നമ്പർ വീടാണ് ജിൻസൻ്റെ. ഞങ്ങളിവിടെ വണ്ടി ഇട്ടിട്ടാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് കാൻബറ വരെ ഡ്രൈവ് ചെയ്ത് പോകണം. ഏകദേശം 3 മണിക്കൂറാണ് കാൻബറയ്ക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലേക്ക്, ഭക്ഷണം കഴിച്ചിറങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം. എന്ന് പറഞ്ഞ